ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് പ്യുവർ കോട്ടാഡോറിയ സാരീസാണ്. കണ്ടോ, പ്യുവർ കോട്ടൺ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനെപ്പറ്റി ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹ്യൂജ് എൻക്വയറിയാണ് ഈ സാരീസിന് വരുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് വന്ന ഉടനെ തന്നെ നമ്മൾ വീഡിയോ ഇടാണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. പ്യുവർ കോട്ടാഡോരിയ ഹാൻഡ് ബ്ലോക്ക് സാരീസാണ്. ഇതേപോലെയാണ് വൺ എടുക്കുമ്പോൾ ഉണ്ടാവുക. ഭയങ്കര തിന്നാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു എന്താ പറയുക, ഊതിയ പറക്കെന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ സംഭവങ്ങൾ ഇതിലുണ്ടാവും. ആ ഒരു പ്രിൻ്റ് ഈവൺ ആയിരിക്കണം എന്നില്ല, കളർ ഈവൺ ആയിരിക്കണം എന്നില്ല, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അതെല്ലാം തികച്ചും ഈ സാരിയുടെ പ്രത്യേകതയാണ്. കണ്ടോ, ഇതേപോലത്തെ പ്ലെയിൻ സാരീസിലൊക്കെ ഇതേപോലെ അൺഈവൻ ആയിട്ടാണ് കളേഴ്സ് ഉണ്ടാവുക. കണ്ടോ, അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. കാരണം ഇതിന് അത്രയും എൻക്വയറിയാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ള ഇതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുന്ന അവരുടെ കയ്യിൽ തന്നെ ഇത് എത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഫാബ്രിക് ആണോ ടൈപ്പാണോ എന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. നമുക്കിതിന് റിട്ടേൺ എക്സ്ചേഞ്ച് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് എല്ലാം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതേപോലെ സാരി വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല ഭംഗിയാണ്, ഭയങ്കര സുഖമാണ്. ഇത് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഇത് ഫങ്ഷൻ വെയർ ആയിട്ട് സ്റ്റൈൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് അത്രയും സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. പണ്ട് ഇത് ടീച്ചേഴ്സും ഓഫീസ് ജോലിക്കാരും ഒക്കെ ഇത്തിരി ഏജ് ആയവരൊക്കെയാണ് ഇത് കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഹിറ്റായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. ഇതേപോലെ പല്ലു വരിക. പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരീസാണ്. ബ്ലൗസ് ഇതേപോലെ കണ്ടോ, ആ ഒരു ബേജ് കളറിൽ കുട്ടി കുട്ടി ഡോട്ട് പാറ്റേണിലാണ് വരുന്നത് ബ്ലൗസ്. ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കളർ വരുള്ളൂ. ഇതിനിപ്പോൾ ഈ സെൽഫ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 1850, ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മൾ ഇത് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആ ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ. 1850, ഫ്രീ ഷിപ്പിംഗ്. പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്യുവർ കോട്ടാഡോറിയ കോട്ടൺ സാരീസാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഈ സാരിക്ക് സമ്മറിനോ റെയിനിന്നോ വിൻ്ററിനോ അങ്ങനെ ഒരു സീസണും ഇല്ല. എപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള സാരിയാണ്. ചിലപ്പോൾ വീഡിയോ ഇടാൻ്റെ വരാറില്ല, നമുക്ക് റീസ്റ്റോക്ക് ഒക്കെ വരുമ്പോൾ സെയിം പീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാരിയാണ് കേട്ടോ. പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ വാങ്ങിക്കായിരിക്കും നല്ലത്. എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. നമുക്ക് നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്താലേ ഇതിൻ്റെ അവൈലബിലിറ്റി വേഗം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ. ഇതിൻ്റെ തന്നെ ബ്ലൗസായിട്ട് ഇടുമ്പോഴും നല്ല ഭംഗിയാണ്. ഇല്ല, ലൈനിങ് വെക്കുമ്പോഴാണ് ഉള്ളിലത്തെ കറക്റ്റ് കളർ നമുക്ക് അറിയുള്ളൂ. അപ്പം ഇതെല്ലാം ഒരുപാട് നമ്പർ ഓഫ് പീസസ് ഇല്ല. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക. അടുത്തത് നമ്പർ 2 ആണ്. ഇതേപോലെ കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഇതിലിങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്റ്റാർച്ചുള്ള ടൈപ്പല്ല. നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നാലിത് ഒരുപാട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന സംഭവമല്ല. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ് വാഷാണ്. ഡ്രൈ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കളർ ഗാർഡൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണെങ്കിൽ സട്ടിലായിട്ടുള്ള സോഫ്റ്റ് വാഷേ പാടുള്ളൂ. മാക്സിമം ഇത് ഒരുപാട് യൂസ് ചെയ്തിട്ടൊക്കെ പതുക്കെ വാഷ് ചെയ്താൽ മതി കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ഫാബ്രിക്കാണേ. അടുത്ത സാരി ഇതേപോലെ വരിക. നമ്പർ 2 ബ്ലാക്കിൽ മെറൂൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല ഡാർക്ക് ബർഗണ്ടി ടോണിൻ്റെ അടുത്ത് വരുന്ന കളറാണ് കേട്ടോ. ഇതൊക്കെ ഉടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇതേപോലെ കണ്ടോ, വൺ ലെയറിൽ എടുക്കുമ്പോൾ അങ്ങനെയാണ് മെറ്റീരിയൽ വരിക കേട്ടോ. ഇനി ഞാൻ ഓരോന്നിനും അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പല്ലു ഇതിന് ഇതേപോലെ റണ്ണിങ് ആയിട്ടാണ് വരിക. എൻ പോർഷനിൽ ഇതേപോലെ കണ്ടോ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതിനോട് കൂടെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു മെറൂണിഷ് ടോണിൽ വിത്ത് ബോർഡറായിട്ട്.
പിന്നെ എപ്പോഴും ബ്ലൗസിനൊക്കെ കട്ട് ചെയ്യണേക്കാളും മുന്നേ ഇതൊക്കെ ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് വരുന്ന സാരീസ് ആയതുകൊണ്ട് ആ ഒരു കറക്റ്റ് ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ ഇത് വരുന്നത്. എന്നാലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മെഷർമെൻ്റ് എടുത്ത് സാരിക്കുള്ളത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാവൂ കേട്ടോ. അല്ലാണ്ടെങ്കിൽ ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാരിക്ക് തികയോന്ന് അറിയില്ലല്ലോ. ഇങ്ങനത്തെ സാരികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ സാരി വരാം. നമ്പർ 2 ആണ്. 1850 ആണ് ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിൻ്റെയും പ്രൈസ് വരുന്നത്. 1850 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 3. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ടൈപ്പിനൊക്കെ ഭയങ്കര ഇൻക്വയറിയാണ്. ഇപ്പോഴും ഇത് ഒരുപാടൊന്നും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ അന്ന് ചോദിച്ചിട്ട് കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഈ ടൈപ്പിൻ്റെയൊക്കെ റണ്ണിങ് ആയിട്ട് തന്നെയാണ് പല്ലു വരിക. കണ്ടോ, ഇതേപോലെയാണ് ഈ സാരി. കണ്ടോ, അടിപൊളിയായിട്ട് കൊടുക്കുക. അത് ഉടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഉടുത്ത ഫീലേ ഉണ്ടാവില്ല. അത്ര ലൈറ്റ് തൂവലിൻ്റെ കനമുള്ള അത്രയുള്ള ഒരു സാരിയാണ് കേട്ടോ കോട്ട ഡോരിയ. അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും സാരി ആണെങ്കിലും ഹ്യൂജ് എൻക്വയറി ആണേ. അത് യൂസ് ചെയ്യുന്ന, അതിന് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ഒത്തൻറ്റിക് ഹാൻഡ് ബ്ലോക്ക് കോട്ട ഡോറിയ സാരീസ് ഭയങ്കര ഫാനായിട്ടുള്ള ആൾക്കാരുണ്ട്. ചോദിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഡെയിലി ഇതിൻ്റെ പീസസ് വന്നു എന്നുള്ളത്. ഇതുപോലെയാണ് പല്ലു. എൻ പോർഷനിലായിട്ട് ഈ ഒരു സംഭവം വരും കേട്ടോ. ബ്ലൗസ് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. കണ്ടോ, ഇതേപോലെയൊക്കെ അവരിതിൻ്റെ കൂടെ ഒരു ചെറിയൊരു അടിപ്പ് കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ്. കണ്ടോ, ഇതിന് കറക്റ്റ് ഒരു ബ്ലൂ ലൈനിങ് വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. അടുത്തത് നമ്പർ 4 ആണ്. നല്ലൊരു പുതിയൊരു ഡിസൈനാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡേഴ്സ് വരുന്ന സാരിയാണ്. ബോഡി ഫുൾ ഓഫ് ഇതേപോലത്തെ ഒരു ലൈൻ. ഈ ലൈനൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ. ഇത് ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്തെടുക്കാനും നല്ലൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്. നമ്പർ 4 ആണ്. ഇതേപോലെ വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് കേട്ടോ. നമുക്കിത് ഓഫീസിലേക്കൊക്കെ ഡെയിലി മാറി മാറി എടുക്കാനായിട്ട് സൂപ്പർബാണ്. ഇതിന് ഒരുപാട് വിഡ്ത്തുള്ള സാരിയല്ല. ഇപ്പം എൻ്റെ ഹൈറ്റൊക്കെ അത്യാവശ്യം ഹൈറ്റുള്ള ആളാണ്. എനിക്കൊക്കെ കറക്റ്റാണ് കേട്ടോ. ഓവർ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇത് വിഡ്ത്ത് ഓക്കെ ആവില്ല. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. വൺസ് ഇത് ഉടുക്കുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഒരു സുഖം മനസ്സിലാവുക. എന്നാലും മെറ്റീരിയൽ അറിഞ്ഞ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ബ്യൂട്ടിഫുൾ സാരി. പല്ലു ഇങ്ങനെ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന സാരീസാണ് കേട്ടോ. ബ്ലൗസ് ഇതാ ഇതേപോലെ കണ്ടോ. അതിൻ്റെ ബോർഡേഴ്സ് ഇതേപോലെ വരും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക. ഇത് ലിമിറ്റഡ് പീസാണ് വന്നിട്ടുള്ളത്. അടുത്തത് നമ്പർ 5 ആണ്. ഇതേപോലെ വരിക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. കണ്ടോ, ഇതേപോലത്തെ ഡാർക്ക് കളേഴ്സിലൊക്കെ ഇത് ഇത്തിരി കൂടെ വിസിബിൾ ആവും. ഇതിലിങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഗ്രാസ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കാണാം. ഇത് തട്ടിക്കളഞ്ഞാൽ പോകും കേട്ടോ. അത് ഈ പുല്ലിലും മണ്ണിലൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റിങ് പ്രോസസ്സും പിന്നെ ഡൈ ചെയ്തിട്ട് ഡ്രൈ ചെയ്യണ പ്രോസസ്സൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നോർമൽ പുല്ലിലും ഇതിലൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണക്കിയെടുക്കുക. അതുകൊണ്ട് കുഞ്ഞ് ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസൊക്കെ ഇതിലുണ്ടാവുന്നത് തികച്ചും നോർമലാണ്. അതൊരു തുണി വെച്ച് തട്ടിക്കുടഞ്ഞെടുത്ത് നമ്മളൊന്ന് റെഡിയാക്കിയാൽ മതിയാവും കേട്ടോ. ഇതൊക്കെയാണ് ഈ സാരീസിൻ്റെ പ്രത്യേകത. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയും കേട്ടോ. അത് പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ സാരി ഒരു പ്രത്യേക ഭംഗിയുള്ള സാരിയാണ്. വേറെ ഇത് കഴിഞ്ഞാൽ സൂപ്പർബാണ്. ഇതിൻ്റെയും അധികം പീസസ് ഒന്നുമില്ല. ഇതേപോലെ പല്ലു ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ വരിക കേട്ടോ, വിത്ത് ബോർഡർ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. 1850 ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്പർ 5. ഇതേപോലെ കേട്ടോ, ബ്ലൂവും മെറൂണും ഒക്കെ വരുന്ന ഒരു കളറാണ്.
അടുത്തതാ നമ്പർ 6 ആണ്. ഇത് നമ്മൾ മുന്നേ ഒരുപാട് വട്ടം കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ മുന്നത്തെ വീഡിയോസിന് നമുക്ക് നല്ല എൻക്വയറിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആരൊക്കെയോ ഇത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്കത് പോസിബിൾ അല്ല കേട്ടോ. അവർ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണു. വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതേപോലെ കണ്ടോ, പ്ലെയിൻ ബ്ലാക്ക് ആണ്. ഇങ്ങനെയാണ് സാരി. അപ്പർ ബോർഡർ ഇതേപോലെ വരും. ലോവർ ബോർഡർ നല്ലൊരു യെല്ലോ കണ്ടോ. അത് ഈ ഒരു ചന്തേരി മഹേശ്വരി കോട്ടയിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ്. വൺ ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇതേപോലെ വരിക കണ്ടോ, നല്ല ഭംഗിയാണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു വെള്ളയിൽ ഡോട്ടുള്ള, വെള്ളയല്ല ഒരു ബേജിൽ ഇങ്ങനെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നിങ്ങൾക്കിത് യെല്ലോ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ സൂപ്പർബായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലെയാണ്. ഇത് കണ്ടോ, ബ്ലാക്കിൽ ഇതേപോലെ കളർ പിടിക്കാത്ത കുഞ്ഞ് ഇതേപോലത്തെ ഇതൊക്കെ കാണാൻ പറ്റും. അതിങ്ങനെ തന്നെ വരിക കേട്ടോ. റേറ്റ് 1850. അടുത്തത് നമ്പർ 7 ആണ്, മെറൂൺ. ഇതേപോലെ നല്ല ഭംഗിയുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്, ഫുൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നതാണ്. ഇങ്ങനെയാണ് വരിക കേട്ടോ. പ്യുവർ കോട്ടാഡോരിയ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് സാരീസ് ആണ്. ഇതേപോലെ വരും കേട്ടോ. നല്ല ഭംഗിയാണ് ഉടുത്ത് വരുമ്പോൾ. പിന്നെ ഈ സൈഡിലത്തെ ജെറി ഓരോ കളർ ഡൈങ്ങിനനുസരിച്ച് ഡിഫറെൻറ്റ് കളറായിരിക്കും. ബ്ലൗസ് ഇതേപോലെ വിത്ത് ബോർഡറായിട്ടാണ് സ്ലീവ്സിൽ വരുന്നത്. ഈ ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്ത് സാരീൻ്റെ കൂടെ വെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇതേപോലത്തെ ടൈപ്പ് സാരി ഉടുക്കുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. അങ്ങനത്തെ സാരിയാണേ. പ്യുവർ കോട്ടാഡോരിയ നമ്പർ 7, റേറ്റ് 1850. അടുത്തത് നമ്പർ 8 ആണ്. ഇതേപോലത്തെ കേട്ടോ, നല്ല ഭംഗിയാണ്. ആ ഒരു ടൈ ആൻഡ് ഡൈ ഷിബോരി പാറ്റേണിൽ വരുന്ന സാരി, ഒരു ലഹരിയ പാറ്റേണിൽ വരുന്ന സാരി കണ്ടോ. നമ്പർ 8 ആണ്. ഇതേപോലെ വരും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനിപ്പോൾ ഒരു വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയാണെങ്കിൽ സൂപ്പർബാണ്. പല്ലു കണ്ടോ ഇതേപോലെ, ആൻഡ് ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. റേറ്റ് 1850. അടുത്തത് നമ്പർ 9 ആണ്. ഇതേപോലെയാണ്. മെറൂണിൻ്റെ തന്നെ, മെറൂൺ കുറേ പേര് ചോദിക്കാറുള്ളൊരു കളറാണ് കോട്ടാഡോരിയ മെറൂണിൽ. അപ്പോൾ ദാ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് സാരി വരും. ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാ കണ്ടോ. ഇങ്ങനെയാണ് ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്. അത് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ഇതേപോലെ പല്ലു വരിക, ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ. വൺ സൈഡ് ഇതേപോലെ ബോർഡർ, വൺ സൈഡ് ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ ഒരു ബാർ പോലെയുള്ള ആ ഒരു ഹാൻഡ് ബ്ലോക്കാണ് ഇതിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. പിന്നെ ഈ ഒരു ടൈപ്പ് സാരീസിൽ ഒരുപാട് തിളക്കോ മിനുക്കോ അങ്ങനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് കണ്ടോ. ഇങ്ങനെ കളർ ഈവൺ ആവാത്ത കളർ സ്മഡ്ജ് ഇംപെർഫെക്ഷനൊക്കെ ഇതിൽ ഉണ്ടാവുകയെ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യും. അടുത്തത് നമ്പർ 10 ആണ്. ഇതേപോലെ വരുന്നത് ഒരു റോസ് ഷെയ്ഡിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതും നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് ആരൊക്കെയോ ചോദിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ള സാരിയാണ്. അതിൻ്റെ ഫ്യൂ പീസസും കൂടെ ഉണ്ട്. കണ്ടോ ഇതേപോലെ സാരി വരും. ബോർഡേഴ്സ് ഇങ്ങനെ വരും. പല്ലു ഇതേപോലെ കേട്ടോ. ഈ സാരിയിൽ ഓരോ ടൈപ്പ് ഹാൻഡ് ബ്ലോക്കിനനുസരിച്ച് ആ ഒരു അതിൻ്റെ ടെക്സ്ചറും ഇതൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. എല്ലാം ഓരോ പീസും യുണീക്കായിട്ടുള്ള പീസാണ്. ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ പ്ലെയിൻ വിത്ത് ബോർഡറാണേ. 1850. ഒരു സാരി പോലെ ആയിരിക്കില്ല അടുത്ത സാരി. എല്ലാം
യുണീക്കായിട്ടുള്ള പീസസ് ആയിരിക്കും. ഇങ്ങനെയാണ് സാരി വരുന്നത്. റേറ്റ് വരുന്നത് 1850, ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 11 ആണ്. ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. നേരത്തെ നമ്മൾ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ആൻഡ് യെല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. ഇതേപോലെ സാരി ബോർഡേഴ്സ് ഇങ്ങനെ വരും കേട്ടോ. പല്ലു ഇതേപോലെ വരും. ആൻഡ് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ സാരി. റേറ്റ് വരുന്നത് 1850. അടുത്തത് നമ്പർ 12 ആണ്. മെറൂണിൽ തന്നെയാണ് വരുന്നത്. ഇതേപോലെ ബോർഡറായിട്ട് വരുന്നത്. പല്ലു ഇങ്ങനെ വരും. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇങ്ങനത്തെ പ്ലെയിൻ സാരീസിൽ ആ ഒരു കളർ ഈവൺ ടോൺ ആയിരിക്കില്ല. കുഞ്ഞ് കുഞ്ഞ് ആ ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടാവും. അതാണ് ഇത് പ്യുവർ ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളതിൻ്റെ പ്രൂഫും ഭംഗിയൊക്കെ കേട്ടോ. നമ്മൾ സിന്തറ്റിക് സെമി വേർഷൻ സാരിയുടെ പോലെ നിങ്ങൾ വിചാരിക്കരുത്. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പ്യുവർ കോട്ടാഡോരിയ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് സാരീസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്. റേറ്റ് 1850 ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.